ഹലോ, ഇന്ന് നമുക്ക് കാപ്പിക്ക് ചപ്പാത്തിയാണേ. അതിനകത്തൊരു തേങ്ങ അരച്ചൊരു മുട്ടക്കറി ഉണ്ടാക്കാം. ആദ്യം കൊച്ചുള്ളിയൊക്കെ അരിഞ്ഞെടുത്ത് ഇഞ്ചി, പച്ചമുളക്, കരിവേപ്പില, കടുക് ഇതെല്ലാം എടുത്ത് വെച്ച് ഇതെല്ലാം കടുക് വറുക്കണം. തേങ്ങ ചമ്മന്തി അരച്ച് വയ്ക്കണം. എന്നിട്ട് ഇതെല്ലാം നല്ലോണം നല്ല ചുമന്നാവുന്നത് വരെ ചെറിയ തീക്കകത്ത് കരിഞ്ഞു പോവാതെ ഇട്ട് മുരിച്ചെടുക്കണം. മുരിഞ്ഞു വന്ന് എല്ലാം നല്ലോണം മൊരിയണം. പച്ചമുളകിന് വരെ ഞാൻ കാന്താരിയാണ് കീറിയിട്ടേക്കുന്നത്. നല്ല മുരിഞ്ഞ് വരുമ്പോഴത്തേനും നമ്മൾ ചമ്മന്തി അരച്ച് കലക്കി വെച്ചേക്കുന്നത് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. കലക്കി ഒഴിച്ചു കൊടുക്കണം. ഒരു ടാങ്ക് വെള്ളം അടിച്ചിട്ടിട്ടുണ്ട്. തോനെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കണം. കാരണേ നമ്മൾ മുട്ടയാണ് അതിനകത്ത് ചേർത്ത് കൊടുക്കാൻ പോകുന്ന ചമ്മന്തിക്കകത്ത്. ചമ്മന്തി ഉണ്ടാക്കി തേങ്ങ അരച്ച മുട്ടക്കറി. എന്നിട്ട് നമ്മൾ മുട്ട എടുത്ത് പൊട്ടിച്ച് എടുക്കണം. 2 മുട്ട മതി, ഒരു സൂര്യനും ഒരു ചന്ദ്രനും. എന്നിട്ട് ഇത് നമ്മൾ തിളച്ച ചമ്മന്തിയിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കണം. ചമ്മന്തിയിലോട്ട് ഒഴിച്ചു കൊടുത്ത് നല്ല വെള്ളം വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ മുട്ട ഇങ്ങോട്ട് കുറുവി വരുമ്പോഴത്തേനും വെള്ളം ഇല്ലാതെ കരിഞ്ഞു പോകും. മുട്ട വേവണം. നല്ലോണം ചിക്കി അത് വേവിച്ചെടുക്കണം. അങ്ങനെ ഇളക്കി നല്ല ടേസ്റ്റാണ്. ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനതെന്നാൽ സെപ്പറേറ്റ് ഒന്നും കാണിച്ചില്ല. കാരണം ഈ ലോകത്തെല്ലാവരും നല്ല നല്ല കറികൾ ഉണ്ടാക്കുന്നവരാണ്. പിന്നെ നമ്മുടെ കറിക്ക് എന്തോ, പക്ഷെ നല്ല സൂപ്പറായിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റ് ചപ്പാത്തി ആ കറിയും കൂടെ തിന്നു. അപ്പോഴത്തേനും അല്ലിയൊക്കെ മീൻ മേടിക്കാൻ വന്നു. അല്ലിക്ക് ചപ്പാത്തിയും ചമ്മന്തിയും കൊടുത്തപ്പോൾ അല്ലി ചമ്മന്തി മാത്രം തിന്നുവാണ് അവിടെ ഇരുന്ന്. അല്ല, ഇളവ് ഇങ്ങനെ ചിരിക്കുമ്പോഴേ കഫ ഇളവിഞ്ഞ് വരും. അതല്ല, ചപ്പാത്തി നീയും തിന്നും, ചമ്മന്തി അവളും തിന്നും. മുട്ട് പോയെങ്കിലും അതിനെ നീ കണ്ടില്ലേ മുട്ട് തടവി കൊടുക്കട്ടെ. അവനെ കൂടെ പോയത് തടവിട്ട് വന്നു. മറിഞ്ഞ് വീണെങ്കിലും ഉണ്ടല്ലേ ആ ചുണ്ടു വരലേ ചമ്മന്തി ഇങ്ങനെ ഇരിപ്പുണ്ട്. ചമ്മന്തി തെറിച്ചു പോയ വിഷമം കൊണ്ട് ഒരു കരച്ചില്ലേ പോയല്ലോ. ബാക്കി കരഞ്ഞോണ്ടാ തിന്നത്. ഞാൻ കവിയിലെ ചമ്മന്തി യോ, ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇടുന്നു. നാം വലുത് വെച്ചോട്ട് ഇവിടെ ഇരിക്കുന്നതാണെ എടുത്തു തരാം. പെട്ടെന്ന് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻ്റ് ഇടുക.